നമസ്കാരം. സമൂഹത്തിൽ എങ്ങനെ തല്ലുണ്ടാക്കാം, എങ്ങനെ മതപരമായി ജാതിപരമായി നശിപ്പിക്കാം, ഒരു സമൂഹത്തെ നശിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള കാലമാണിത്. മതപരമായി എന്താണ് പഠിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, അറിയാഞ്ഞിട്ടല്ല. അത് ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും മറ്റേത് മതമായാലും മറ്റുള്ളവനെ ഹനിക്കാൻ, മറ്റുള്ളവന്റെ യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ, മറ്റുള്ളവന്റെ മുതല് പിടിച്ചു പറിക്കാൻ അങ്ങനെ യാതൊന്നും തന്നെ ആരും ഒരു മതവും അനുവദിക്കുന്നില്ല. മതസൗഹാർദ്ദത്തോടെ മാനവ സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ തന്നെയാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാകാതെ ചില മതത്തിന്റെ വക്താക്കളെങ്കിലും ഈ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു വിഷമഘട്ടത്തിൽ വളരെ ദുരന്തപൂർവമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ മതവിശ്വാസ സമൂഹങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിച്ചുകൊണ്ട് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം എന്നത് മൗലികമായ ഒരു അവകാശങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടോ ആയിരിക്കരുത് എന്നത് ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അത് ഏത് മതമെന്നല്ല, ഏത് ജാതി എന്നല്ല. ഒരു ഇന്ത്യൻ പൗരനാണോ, ആ ഇന്ത്യൻ പൗരൻ അത് ശ്രദ്ധിക്കണം. അവന്റെ ആരാധന മറ്റുള്ളവനെ ബുദ്ധിമുട്ടാക്കരുത്. മതവിശ്വാസവും ആചാരങ്ങളും അവന്റെ ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ആ ഹൃദയം പറയുന്നത് പോലെയാണ് ജീവിക്കേണ്ടത് എന്നത് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എങ്കിലും മറ്റുള്ളവനെ കാണിച്ച് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിച്ച് ആരാധിച്ചെങ്കിലേ ഇവിടെ ശരിയാകൂ, എന്നാലേ തങ്ങളുടെ ആരാധന അങ്ങോട്ട് ശരിയാകൂ എന്നുള്ള ഒരുതരം ഒരു മനോഭാവമാണ് സമീപകാലത്തെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, ഇപ്പോ പശ്ചിമ ബംഗാൾ, ആ പൊതുനിരത്ത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സത്യത്തിൽ പൊതുനിരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണോ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും നടത്തേണ്ടത്? നോക്കൂ, അത് സംബന്ധിച്ചിട്ട് വലിയ തർക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ നിയമപരമായ നിയന്ത്രണങ്ങളുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചേക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുവഴികൾ തടസ്സപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളുടെ ഇസ്ലാമിക വശം, കാരണം വെള്ളിയാഴ്ച ദിവസം ജുമ നിർവഹിക്കാൻ പൊതുനിരത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഇവിടെ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളും ഒക്കെ പൊതുനിരത്ത് കയ്യേറി അവരുടെ ആഘോഷങ്ങൾ, അവരുടെ കെട്ടുകാഴ്ചകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അത് അവകാശമുണ്ട്, ഞങ്ങളും അത് പൊതു വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട്, പൊതുനിരത്ത്, ഹൈവേകൾ, റോഡുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആരാധന നിർവഹിക്കൂ എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. അത് മതപരമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. പൊതുവഴികൾ തടസ്സപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളുടെ ഇസ്ലാമിക വശവും സാമൂഹ്യ പൊരുത്തക്കേടുകളും വസ്തുനിഷ്ഠമായിട്ട് ഇവിടുത്തെ പുരോഹിതന്മാർ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക അധ്യാപന പ്രകാരം മദ്രസകളിലോ മറ്റെവിടെ പഠിക്കുന്നതായാലും എവിടെ പഠിപ്പിക്കുന്നതായാലും പൊതുവഴികൾ ജനങ്ങൾക്കും യാത്ര ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പൊതു സ്വത്താണ്. അത് ഏതെങ്കിലും ഒരു മതക്കാർ സ്വന്തമായി എടുത്തു വെക്കുന്നത് ശരിയല്ല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആഘോഷങ്ങൾ, കെട്ടുകാഴ്ചകൾ, ഹൈന്ദവ ആഘോഷങ്ങൾ കടന്നു പോകുമ്പോൾ അന്നൊരു ദിവസം ചിലപ്പോ ചില ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് 365 ദിവസം ഇല്ല. പക്ഷെ 365 ദിവസവും അതിന്റെ പേരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഓക്കെ, ഇനി ഒരു വർഷത്തിൽ ഒരിക്കലോ 2 വട്ടമോ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരം ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൊടുക്കാറുണ്ട്. പൊതുനിരത്ത് ആ ഭാഗം ഗതാഗതം നിരോധിച്ചിട്ട് നിങ്ങളങ്ങ് ആഘോഷിച്ചോളൂ എന്ന് പറയാറുണ്ട്. ഇത് അതുപോലെ അല്ലല്ലോ. ഇതെല്ലാ വെള്ളിയാഴ്ചയും റോഡിൽ നിന്നുകൊണ്ടേ നിസ്കരിക്കൂ, റോഡിൽ നിന്നുകൊണ്ടേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തൂ എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല. യാത്രാ ആവശ്യങ്ങൾക്കുള്ള പൊതുസ്വത്താണ് റോഡുകൾ എന്നത് ഇസ്ലാം അങ്ങനെ തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വഴികൾ തടസ്സപ്പെടുന്നത് കർശനമായി ഇസ്ലാം വിലക്കുന്നുമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞത്, വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് വിശ്വാസത്തിന്റെ, അതായത് ഈമാന്റെ ഭാഗമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഈമാൻ തന്നെയാണ്. അതിനാൽ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ ഗതാഗത കുരുക്കോ ഉണ്ടാക്കുന്ന രീതിയിൽ റോഡുകൾ കയ്യേറി നിസ്കരിക്കുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്കും പ്രവാചക ചര്യയ്ക്കും നിരക്കുന്നതല്ല എന്ന് മുസ്ലിം സമൂഹത്തെ പണ്ഡിതർ ഈ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. വിശ്വാസികൾക്ക് തങ്ങളുടെ പള്ളികളിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ആരാധനാലയങ്ങളിലോ, ഇനി അതല്ലെങ്കിൽ ഈദ്ഗാഹ് പോലെയുള്ള ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മൈതാനങ്ങളോ മറ്റോ വാടകയ്ക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തിയിട്ടോ പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ നടത്തേണ്ടി വരും. അതൊക്കെ പ്രത്യേക സാഹചര്യങ്ങൾ, അവിടുത്തെ ആ സാഹചര്യം അനുസരിച്ച് അനുമതി വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ കൂട്ടി അത് വാങ്ങിയിട്ടും ഇനി അത്തരത്തിലൊരു ചടങ്ങ് മതപരമായി ഒഴിച്ചുകൂടാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഭരണവർഗങ്ങൾ അത് അനുവദിച്ചു കൊടുത്തും ഒക്കെ തന്നെയാണ് ആരാധന നിർവഹിക്കേണ്ടത്. അല്ലാതെ പൊതുനിരത്തിൽ ഇറങ്ങിയിട്ടല്ല. ഇത്തരത്തിൽ ആരാധനാലയങ്ങളിൽ കൃത്യമായി പ്രാർത്ഥന നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ വേണം. ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ അവകാശത്തെ തടയാൻ ആർക്കും അധികാരമില്ല. എന്നാൽ ആരാധനാലയങ്ങൾക്ക് പുറത്തേക്ക്, പ്രത്യേകിച്ച്
നിത്യേന ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പൊതുനിരത്തുകളിലേക്ക് പ്രാർത്ഥനകൾ വ്യാപിപ്പിക്കുന്നത് ഒരു തരത്തിലും അത് ന്യായീകരിക്കാനാകില്ല. വിശ്വാസികൾക്ക് സമാധാനപരമായി പ്രാർത്ഥിക്കാനുള്ള സൗകര്യം പള്ളികൾക്കുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. മറ്റു മതസ്ഥരുടെ ഉത്സവവേളകൾ അല്ലെങ്കിൽ റോഡുകൾ ആളുകൾ കൂടാറുണ്ടെന്ന വാദം അതൊക്കെ ഉന്നയിച്ചുകൊണ്ട് തങ്ങൾക്ക് റോഡ് ഉപരോധിച്ച് നിസ്കരിക്കണമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ഒരു ജനാധിപത്യമായ രീതിക്ക് ചേർന്നതല്ല. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കാൻ ഒരു കാലത്ത് കഴിയുകയുമില്ല. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിലുള്ള ആചാരങ്ങളും രീതികളും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിലും സ്വയം തിരുത്താൻ തയ്യാറായേ പറ്റൂ. അല്ലാത്ത പക്ഷം ക്രമസമാധാന പാലനത്തിന്റെയും പൊതുജന സംരക്ഷണത്തിന്റെയും ഭാഗമായി ഭരണകൂടങ്ങൾക്കും പോലീസിനും ഇത്തരം കാര്യങ്ങൾ നിയമപരമായി ഇടപെടേണ്ടി വരും. ആ സമയത്ത് വിശ്വാസമാണ്, പ്രാർത്ഥനയാണ്, ആരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തേക്ക് കൈവച്ചുകൊണ്ട് ചാടി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. മതവിശ്വാസം എന്നത് വ്യക്തിപരവും ആത്മീയവുമായിട്ടുള്ള ഒന്നാണ്. അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴും സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അതിന്റെ പവിത്രത നഷ്ടപ്പെടുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കേണ്ട ഒന്നാണ്. പൊതുനിരത്തുകൾ തടസ്സപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ ഇസ്ലാമികമല്ലെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസികൾ സ്വയം അത്തരം രീതികളിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അതേസമയം ആരാധനാലയങ്ങളിൽ സമാധാനമായി പ്രാർത്ഥിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സമൂഹത്തിനും ഭരണകൂടത്തിനും ബാധ്യതയുണ്ട്. പരസ്പര ബഹുമാനത്തോടെയും സാമൂഹിക പ്രതിബദ്ധതയോടെയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കൂ. ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അവർ തീവ്രവാദികളാണ്, അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തവരാണ് എന്ന രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് പാർശ്വവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയം വളർത്താൻ നേതാക്കൾ വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിൽ മതേതരമായ കാഴ്ചപ്പാടുകൾക്ക് വിലയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മതവിശ്വാസം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിൽ വരാൻ സാധ്യതയുണ്ടോ എന്നത് മാത്രമാണ് സംശയം. Different angles. Don't forget to subscribe and support this channel.